ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈത്തൺ പ്രോഗ്രാമിങ്ങിനെ പറ്റിയാണ്. ബേസിക് പ്രോഗ്രാമിംഗ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണം. പിന്നെ ബെൽ ബട്ടണോട് ഒന്ന് പ്രസ് ചെയ്തേക്കണം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി. അപ്പോൾ അനാക്കോണ്ട എന്ന സോഫ്റ്റ്വെയർ ആണ് നമ്മൾ പൈത്തൺ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അനാക്കോണ്ടയ്ക്കകത്ത് ജുപ്പിറ്റർ നോട്ട്ബുക്ക് എന്ന പ്ലാറ്റ്ഫോമാണ് നമ്മൾ പൈത്തൺ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ജുപ്പിറ്റർ നോട്ട്ബുക്ക് അല്ലാതെ നമുക്ക് പൈച്ചാം ഒക്കെ യൂസ് ചെയ്യാം പൈത്തൺ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി. പൈത്തൺ പ്രോഗ്രാമിനകത്ത് മറ്റേ ഇമേജ് പ്രോസസിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിലും മെഷീൻ ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ചെയ്യണമെങ്കിലൊക്കെ നമ്മൾ ജുപ്പിറ്റർ നോട്ട്ബുക്കാണ് യൂസ് ചെയ്യുന്നത്. പൈച്ചാം യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രീംലെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. ഇനി നമ്മൾ ജുപ്പിറ്റർ നോട്ട്ബുക്ക് ഇവിടെ സെലക്ട് ചെയ്തു, എന്നിട്ട് അത് ലാഞ്ച് ചെയ്യണം. ലാഞ്ച് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ലാഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്ക്രീനാണിത്. ഇങ്ങനൊരു സ്ക്രീനാണ് കിട്ടുന്നത്. ഓക്കെ, അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫയൽ സെലക്ട് ചെയ്യണം. ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ, ന്യൂ ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഇത് നേരത്തെ ആൾറെഡി അതിനകത്ത് കിടക്കുന്ന ഫയൽസ് ഒക്കെയാണ്. ഞാൻ നേരത്തെ ഇത് പ്രോഗ്രാമിന്റെ ഫയൽസ്. അപ്പം ന്യൂ എടുക്കുക, അതിനകത്ത് പൈത്തൺ 3 സെലക്ട് ചെയ്യുക. അപ്പോൾ പൈത്തൺ 3 ആൾറെഡി നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളേ. അപ്പോൾ പൈത്തൺ 3 സെലക്ട് ചെയ്യുക. അന്നേരം നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട വിൻഡോ കിട്ടും. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്താൽ മതി? ടൈപ്പ് ചെയ്താൽ മതി. അപ്പം ഇത് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ജുപ്പിറ്റർ നോട്ട്ബുക്കിലാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിപ്പോൾ സ്ക്രീൻ വരും, ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട പ്രോഗ്രാം ടൈപ്പ് ചെയ്യേണ്ട പ്ലാറ്റ്ഫോം. ഇവിടാണ് നമ്മൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഇന്ന് പഠിക്കാൻ പോകുന്ന പൈത്തൺ പ്രോഗ്രാമിന്റെ ഹരിസ്റ്റി ആണെന്ന് തന്നെ പറയാം. അതായത് നമുക്ക് എന്തെങ്കിലും ഒന്ന് പ്രിന്റ് ചെയ്യണം. ഓക്കെ, ആ പ്രിന്റ് ചെയ്യുമ്പം അതിന്റെ കോഡ് എന്താണ്? ബേസ് ആയിട്ടുള്ള കോഡ് എന്താണ്? എല്ലാവരും പൈത്തന്റെ ബേസിക് ഇത് തന്നെ പഠിക്കുന്നത്. പ്രിന്റ്, എന്തെങ്കിലും പ്രിന്റ് ചെയ്യുന്ന കോഡ്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എൻ്റെ പേരാണ് പ്രിന്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് ഔട്ട്പുട്ട് സ്ക്രീനിൽ കമ്പ്യൂട്ടർ എന്തെങ്കിലും എഴുതി കാണിക്കുന്നതിനാണ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടറിനെ കൊണ്ട് നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് പ്രിന്റ് എന്ന ഫംഗ്ഷൻ. PRINT. അതൊരു ഫംഗ്ഷൻ ബ്രാക്കറ്റ് എഴുതുക, എന്നിട്ട് അതിൻ്റെ അകത്ത് എന്താണോ പ്രിന്റ് ചെയ്യേണ്ടത് അത് എഴുതി കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ എക്സാമ്പിൾ കാണിച്ചു തരാം. പ്രിന്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ കണ്ടോ, PRINT എന്ന് എഴുതി കൊടുക്കുക, എന്നിട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു മറ്റേ സിംഗിൾ കോഡ്സ് ഇടണം. ഓക്കെ, കണ്ടോ സിംഗിൾ കോഡ്സ് കണ്ടോ നിങ്ങൾ? എന്നിട്ട് അതിൻ്റെ അകത്ത് വേണം നമ്മൾ എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത് അത് എഴുതി കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ പേരാണ് എഴുതി കൊടുക്കുന്നത്, സഞ്ജയ് സന്തോഷ്. അത് എഴുതി കൊടുത്തു. ഇത്രയേ ഉള്ളൂ ഒരു പ്രിന്റ് ചെയ്യാനുള്ള കോഡ്. ഇനി ഇത് എങ്ങനെ പ്രിന്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് എഴുതിയതിന് ശേഷം നമ്മൾ അവിടെ ആ സെല്ലിന്റെ തൊട്ട് താഴെ റണ്ണെന്ന് എഴുതിയേക്കുന്നുണ്ടോ മേളിൽ? ആ ഫയൽ എഡിറ്റ് വ്യൂ അങ്ങനെ എഴുതിയേക്കുന്നുണ്ട്. അവിടെ റണ്ണ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? താഴെ നമുക്ക് ഓപ്പൺ സ്ക്രീൻ എന്ത് കിട്ടും? സഞ്ജയ് സന്തോഷ് എന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പോൾ പ്രിന്റ് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. ഇതാണ് ബേസിക് കോഡ്. പ്രിന്റ് എന്ന് ഇത് എഴുതുക, അതിൻ്റെ അകത്ത് ഫംഗ്ഷൻ ബ്രാക്കറ്റ് എഴുതുക, പിന്നെ സിംഗിൾ കോഡ്സ് കൊടുക്കുക, പിന്നെ എന്താണോ പ്രിന്റ് ചെയ്യേണ്ടത് അത് എഴുതി കൊടുക്കുക. അപ്പോൾ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അടുത്ത് എഴുതാൻ പോകുന്ന പ്രിന്റ് സിംഗിൾ കോഡ്സിനകത്ത് പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, ഞാൻ നിങ്ങളെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ടൈപ്പ് ചെയ്തതാണ്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഓക്കെ, ഇത് കണ്ടെങ്കിൽ ഓർത്തോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് നമുക്കൊന്ന് സപ്പോർട്ട് തരണം. സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടിയാലേ നമുക്ക് എന്തെങ്കിലും ഒക്കെ കിട്ടത്തുള്ളൂ, അതായത് മോട്ടിവേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ എന്ന് നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീനിൽ കണ്ടു. ഓക്കെ, നമ്മൾ ഔട്ട്പുട്ട് സ്ക്രീൻ എന്തെങ്കിലും കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പ്രിന്റ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. നമുക്കിപ്പോൾ ഇന്ത്യ എന്ന് പ്രിന്റ് ചെയ്യിക്കണം. INDIA, നമ്മുടെ രാജ്യം ഇന്ത്യ. അങ്ങനെ പ്രിന്റ് ചെയ്യിക്കണം, ഒരു കോഡ് എഴുതണം. അപ്പോൾ എന്ത് ചെയ്യണം? പ്രിന്റ് എന്ന ഫംഗ്ഷൻ എഴുതണം, എന്നിട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ് എഴുതണം, എന്നിട്ട് അതിനകത്ത് സിംഗിൾ കോഡ്സ് കൊടുക്കണം, എന്നിട്ട് അതിനകത്ത് എന്ത് എഴുതിയാൽ മതി? ഇന്ത്യ എന്ന് എഴുതിയാൽ മതി അല്ലേ? ഇന്ത്യ എന്ന് എഴുതുമ്പോൾ നമുക്ക് എന്ത് പ്രിന്റ് ആവും? നമ്മുടെ ഇന്ത്യ പ്രിന്റ് ആവും. അപ്പോൾ ഔട്ട്പുട്ട് സ്ക്രീൻ നമുക്ക് എന്ത് പ്രിന്റായി കാണിച്ചു? ഇന്ത്യ എന്നുള്ളത് പ്രിന്റായി കാണിച്ചു അല്ലേ? അപ്പൊ ഇത്രേ ഉള്ളൂ. ഇപ്പൊ പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് പ്രിന്റ് എന്ന ഫംഗ്ഷൻ. ഓക്കെ, ഇതാണ് ബേസിക് കോഡ് പ്രിന്റ് ചെയ്യാനുള്ള. ഇതാണ് പൈത്തന്റെ ഹരിശ്രീ. ഇപ്പൊ എല്ലാവരും പഠിക്കുന്ന ഇതൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മള് എന്താണ് ബേസ് പ്രിന്റ് ചെയ്യാനുള്ള ഒരു കോഡ് പഠിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ ബേസിക് പ്രിന്റ് ചെയ്യേണ്ട കോഡ് പഠിച്ചു. ഇനി ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. ഇപ്പൊ ജുപ്പിറ്റർ നോട്ട്ബുക്ക് ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ നെറ്റിനകത്തവർ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ഗൂഗിളിനകത്ത് ഓൺലൈൻ പൈത്തൺ കമ്പയർ എന്ന് അടിച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുമേ. നമുക്ക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യാൻ പോവാം. അഡിഷൻ ഓഫ് 2 നമ്പേഴ്സ്. അത് ചെയ്യാൻ വേണ്ടി പ്രിന്റ് എഴുതുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ് എഴുതുക, ഓപ്പറേറ്റേഴ്സ് എഴുതി കൊടുക്കുക, ഓപ്പറാൻസ് എഴുതി കൊടുക്കുക. അപ്പൊ 2 ഉം 3 ആണ് ആഡ് ചെയ്യേണ്ടത്. അതിന്റെ ഇടയ്ക്ക് ഒരു ഓപ്പറേറ്റർ കൊടുക്കുക. അപ്പം പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റിന്റെ അകത്ത് 2+3. അപ്പൊ നമുക്ക് റൺ ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും? 5 കിട്ടും. ഇത്രേ ഉള്ളേ, സിമ്പിൾ ആണ്. അപ്പം പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പറാൻഡ് എഴുതുക, ഫസ്റ്റ് ഓപ്പറാൻഡ് എഴുതുക, പിന്നെ ഓപ്പറേറ്റർ കൊടുക്കുക, പിന്നെ സെക്കൻഡ് ഓപ്പറാൻഡ് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും?
എന്നിട്ട് അത് റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടും, നമ്മുടെ ഔട്ട്പുട്ട് കിട്ടും. സിമ്പിൾ അല്ലേ? 2+3 എന്ന് വെച്ചാൽ R2 നമ്പർ ഞാൻ ചെയ്തത്. അതിന്റെ ജനറൽ എക്സ്പ്രഷൻ എന്തുവാ? C=A+B, R2 നമ്പറിന്റെ ജനറൽ എക്സ്പ്രഷൻ. ഓക്കെ, ഇനി നമ്മൾ ഇപ്പൊ പറഞ്ഞത് നമ്മൾ ആൾറെഡി ഇൻപുട്ട് കൊടുത്തു കമ്പ്യൂട്ടറിലോട്ട്. ഓക്കെ, അതിനെ വെച്ചിട്ടാണ് നമ്മൾ റൺ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയത്. അതായത് 2 ഉം 3 ഞാൻ ആൾറെഡി കൊടുത്തു. ഇനി ഇങ്ങനെ കൊടുക്കാതെ നമുക്ക് നമ്പർ മാറ്റി മാറ്റി കൊടുക്കാം. അതായത് R2 നമ്പർ യൂസിങ് യൂസർ ഇൻപുട്ട്, യൂസറിന്റെ ഇൻപുട്ട്, അതായത് മാറി മാറി നമ്പർ കൊടുത്തിട്ടുള്ളത് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് എങ്ങനെ ചെയ്യാന്ന് നോക്കാം. അപ്പൊ ഞാൻ num1 എന്ന് പറഞ്ഞ് ഒരു വേരിയബിളിന്റെ നെയിം എഴുതി. അപ്പൊ num1 ഈക്വൽ ടു ഇൻപുട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റിന്റെ അകത്ത് എന്റർ ഫസ്റ്റ് നമ്പർ എന്ന് എഴുതി കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇൻപുട്ട് എന്ന ഫംഗ്ഷനാണ് നമ്മൾ യൂസറിൽ നിന്ന് ഇൻപുട്ടിനെ റീഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. സിക്കകത്ത് സ്കാൻഎഫ് യൂസ് ചെയ്യുന്നതിനോട്ട് പൈത്തനകത്ത് യൂസറിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഇൻപുട്ട്. ഓക്കെ, അപ്പൊ വേരിയബിളിന്റെ നെയിം എഴുതുക, അതേ ഈക്വൽ ടു ഇൻപുട്ട് എന്നുള്ള ഫംഗ്ഷൻ എഴുതുക. എന്നിട്ട് എന്താണ് ഔട്ട്പുട്ട് സ്ക്രീൻ മെസ്സേജ് കാണിക്കുന്നത് അതങ്ങ് എഴുതി കൊടുത്താൽ മതി. എന്റർ ഫസ്റ്റ് നമ്പർ എന്നാണ് എവിടെ എഴുതി കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഔട്ട്പുട്ട് സ്ക്രീൻ കാണുമ്പോൾ മനസ്സിലായിക്കോളുവേ. ഇനി നമ്മൾ നമ്പർ റീഡ് ചെയ്തതിന്റെ കൂട്ടി നമുക്ക് എന്ത് ചെയ്യണം? സെക്കൻഡ് വേരിയബിൾ റീഡ് ചെയ്യണം. അപ്പൊ R2 നമ്പർ എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ വരുന്ന A+B=C. ഞാനിവിടെ എക്ക് പകരമാണ് num1 കൊടുത്തേക്കുന്നത്. ഓക്കെ, അതായത് ഒരു വേരിയബിൾ നെയിം. ഇനി അടുത്ത ബിക്ക് പകരം ഞാൻ num2 കൊടുത്തു. ഓക്കെ, ഒരു വേരിയബിൾ നെയിം ആണ്. അപ്പൊ num2 ഈക്വൽ ടു അതുപോലെ കീബോർഡ് വഴി ടൈപ്പ് ചെയ്ത ഡാറ്റ നമുക്ക് റീഡ് ചെയ്യണം. അതിന് ഇൻപുട്ട് കൊടുത്തു, പിന്നെ എന്റെ സെക്കൻഡ് നമ്പർ കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീൻ കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവേ. പിന്നെ അടുത്ത് നമുക്ക് ഇനി നമ്മൾ ഓപ്പറേഷൻ എഴുതണം അല്ലെ. അതായത് സം ഈസ് ഈക്വൽ ടു num1 പ്ലസ് num2 എന്ന് എഴുതാൻ പോവാം. അപ്പൊ ഈ എഴുതുന്നതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. അത് ആദ്യമേ അങ്ങ് മിസ്റ്റേക്ക് വെച്ച് തുടങ്ങുന്നത്. കാരണം അത് കാണുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ആ അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മിസ്റ്റേക്കിലൂടെ തുടങ്ങുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു എറർ ആയിരിക്കും കാണിക്കുന്നത്, കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടത്തില്ല. ഇനി പ്രിന്റ് ഞാൻ എന്ത് കൊടുത്തു? സം കൊടുത്തു. അപ്പൊ എന്ത് കാണിക്കുന്നു നമുക്ക് നോക്കാവേ. റൺ ചെയ്യാൻ പോവുക. ഓക്കെ, അപ്പൊ എന്റെ ഫസ്റ്റ് നമ്പർ കണ്ടോ, അങ്ങനെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇൻപുട്ട് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തത്. അതിന്റെ അകത്താണ് എന്റെ ഫസ്റ്റ് നമ്പർ കൊടുത്തത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് അവിടെ ബോക്സ് വരും, അതിനകത്ത് നമുക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ അവിടെ 2 കൊടുത്തു. പിന്നെ എന്റെ സെക്കൻഡ് നമ്പർ എന്ത് കൊടുത്തു? 3 കൊടുത്തു. അപ്പൊ ഔട്ട്പുട്ട് എന്ത് വരും നോക്കാം. 23 ആണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ 2ഉം 3ഉം കൊടുത്തപ്പോ നമുക്ക് സം ചെയ്തപ്പോ കിട്ടിയ ആൻസർ എന്തുവാ? 23. അത് തെറ്റല്ലേ? R2 നമ്പറിനകത്ത് 23 ആണ് വരണ്ടേ. 2ഉം 3ഉം കൊടുക്കുമ്പോൾ 5 ആണ് വരേണ്ടത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ ഈ മിസ്റ്റേക്ക് വന്നതെന്ന് നോക്കുമ്പോൾ നമ്മൾ അവിടെ സം ഈസ് ഈക്വൽ num1 പ്ലസ് num2 എന്ന് കൊടുത്തത്. അപ്പൊ അവിടെ അതിനെ രണ്ടിനും തമ്മിൽ കൺകാറ്റിനേറ്റ് ചെയ്യുക ചെയ്തത്. അപ്പൊ അതിനെ അഡിഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ അതിന്റെ തൊട്ട് മുന്നേ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇപ്പൊ num1 ഏത് ഡേറ്റ ടൈപ്പ് ആണോ യൂസ് ചെയ്യുന്നത് അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇപ്പൊ ഇന്റിജർ നമ്പറിനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ ഇന്റ് എന്ന് കൊടുക്കണം. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിനെ ആഡ് ചെയ്യുന്നെങ്കിൽ സം ഈസ് ഈക്വൽ ടു ഫ്ലോട്ട് ഓഫ് num1 പ്ലസ് ഫ്ലോട്ട് ഓഫ് num2 എന്ന് കൊടുക്കണം. ഓക്കെ, അങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ കൊടുക്കാൻ പോകുന്നത് സം ഈസ് ഈക്വൽ ടു ഫ്ലോട്ട് ഓഫ് num1 പ്ലസ് ഫ്ലോട്ട് ഓഫ് num2 എന്നാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ആ നമ്പർ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന നമ്പർ എന്തോ ടൈപ്പ് ആയിരിക്കും? ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്പ് ആയിരിക്കും. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ എന്റെ ഫസ്റ്റ് നമ്പർ 1 കൊടുത്തു, എന്റെ സെക്കൻഡ് നമ്പർ 2 കൊടുത്തു. നമുക്ക് റിസൾട്ട് എന്താ കിട്ടിയത്? 3.0 എന്നാണ് കിട്ടിയത്. അപ്പൊ 3.0 റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ആ നമ്പർ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആണെന്നാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഫ്ലോട്ട് മാറ്റി ഒന്ന് ഇൻറ്റിജർ കൊടുക്കാം. അപ്പൊ ഇത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ എല്ലാവർക്കും ഈ എന്താ ഫ്ലോട്ട് എന്താന്നൊക്കെ അറിയായിരിക്കും. ഡാറ്റ ടൈപ്സ് ആണ്. നമുക്കറിയാം നമ്പേഴ്സ് എന്തൊക്കെയുണ്ട്. ഇൻറ്റിജർ നമ്പർ ഉണ്ട്, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ഉണ്ട്. അപ്പം ഇൻറ്റിജർ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഇന്റ് എന്നാണ് കൊടുക്കുന്നത്. ഡാറ്റ ടൈപ്പിനെ പറ്റിയൊക്കെ അറിയാത്തവർക്ക് ഇത് മനസ്സിലാവുന്നില്ല. കമന്റ് ചോദിച്ചാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഞാൻ സം ഈസ് ഈക്വൽ ഇന്റ് num1 പ്ലസ് ഇന്റ് ഓഫ് num2 കൊടുത്തു. അപ്പൊ നമുക്ക് എന്റെ ഫസ്റ്റ് നമ്പർ 1 കൊടുത്തു, എന്റെ സെക്കൻഡ് നമ്പർ 2 കൊടുത്തു. നമുക്ക് റിസൾട്ട് എന്ത് കിട്ടി? 3 കിട്ടി. അപ്പൊ ഇപ്പൊ നമുക്ക് എറർ ഉണ്ടോ? ഇല്ല, കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ കൊടുക്കണം. ആ ഡാറ്റ ടൈപ്പ് കൂടെ ആ വേരിയബിളിന്റെ തൊട്ട് മുന്നേ കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതൊരു കോഡാണ്. നെറ്റിൽ നോക്കുമ്പോൾ വേറെ കോഡ് കാണും, അതുകൂടെ നിങ്ങൾ ചെയ്ത് നോക്കും. ഓക്കെ, ഇത് ഞാൻ ഒരു രീതിയിലാണ് പറഞ്ഞത്. ഓപ്പറേഷൻ ചെയ്യുന്നതിന്റെ അടുത്ത് മാറ്റി കൊടുത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് ഇങ്ങനെ കിട്ടിയത്. ഓക്കെ, അപ്പൊ നിങ്ങൾ പല രീതിയിൽ ചെയ്ത് നോക്കുക. അപ്പം എന്താണ് അപ്പൊ നമ്മളുള്ള ആ ചേഞ്ചസ് മനസ്സിലാക്കുക. അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ ചെയ്യാൻ പോകുന്ന ഇന്ത്യൻ ആ നമ്പറിന്റെ തൊട്ട് മുന്നേ ഡാറ്റ ടൈപ്പ് കൊടുത്തു. M2 മറ്റേ ആ റീഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിന് തൊട്ട് മുന്നേ ഡാറ്റ ടൈപ്പ് കൊടുത്തു. എന്നിട്ട് ആ സം ഈസ് ഈക്വൽ ടു ഇന്റ് ഓഫ് num1 പ്ലസ് ഇന്റ് ഓഫ് num2 അതെടുത്ത് കളഞ്ഞിട്ട് num1 പ്ലസ് num2 മാത്രം കൊടുത്തു. അപ്പൊ എന്ത് വരുമെന്ന് നോക്കാം. അപ്പൊ അവിടെ അല്ലേ എററാ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കറക്റ്റ് പൊസിഷനിൽ തന്നെ കൊടുത്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അത് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, നമ്മൾ അലൈൻമെന്റ് മാറ്റിയാലൊക്കെ എറർ വരും. ഞാൻ എറർ കാണിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. ഓക്കെ, അപ്പൊ നിങ്ങളത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. കോഡൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പൊ തന്നെ ചെയ്ത് നോക്കിയെങ്കിലും ഒരു ബുക്ക് എടുത്ത് ഈ കോഡൊക്കെ കറക്റ്റ് ആയിട്ടുള്ള എഴുതി വെക്കുക. നമ്മൾ ചെയ്ത് നോക്കി കഴിയുമ്പോൾ മറന്നു പോകും. അപ്പൊ ബുക്കിൽ എഴുതി വെക്കുകയാണെങ്കിൽ എന്നും നോക്കണ്ട, വല്ലപ്പോഴും ഒക്കെ ഈ പ്ലേസ്മെന്റ് ഒക്കെ വരുമ്പോൾ ഒന്ന് നോക്കുക. എന്നിട്ട് അത്യാവശ്യം
പഠിക്കുക, ചെയ്ത് നോക്കുക, അപ്പോൾ ഓക്കെ ആയിരിക്കും. അപ്പോൾ ഇപ്പം കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഔട്ട്പുട്ട് 2ഉം 3 കൊടുത്തു, 2ഉം 1ഉം കൊടുത്തു. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എത്ര കിട്ടി? 1 കിട്ടി, 3 കിട്ടി. ഓക്കെ, 2 + 1 = 3. ഇതാണ് ബേസിക് ഒരു പ്രോഗ്രാം. എന്തായാലും എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരും എഞ്ചിനീയറിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ ഇത് കാണത്തുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഡാറ്റ ടൈപ്പിനെ പറ്റി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പം എന്തായാലും CS ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരല്ലേ കാണത്തുള്ളൂ. പിന്നെ ബിടെക്കിലും എല്ലാവരും പ്രോഗ്രാമിംഗ് ഒക്കെ പഠിക്കുന്നില്ല. അപ്പോൾ ഡാറ്റ ടൈപ്പ് ഒക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സബ്ട്രാക്ഷൻ ഓഫ് 2 നമ്പേഴ്സാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്താണ് യൂസറിൽ നിന്ന് ഇൻപുട്ട് വാങ്ങിച്ചുകൊണ്ട്. അപ്പോൾ അത് ഇതുപോലെ തന്നെ ചെയ്യുക. ആദ്യം ഒരു വേരിയബിളിനെ തൊട്ട് നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ num1 = ഇൻപുട്ട് എൻ്റർ ഫസ്റ്റ് നമ്പർ എന്ന് എഴുതുക പഴയതുപോലെ. അടുത്ത num2 = ഇൻപുട്ട് എൻ്റർ സെക്കൻഡ് നമ്പർ എന്ന് എഴുതുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഡിഫറൻസ് = ഞാൻ ഇവിടെ സം എന്ന് പറഞ്ഞ വേരിയബിൾ അഡീഷനകത്ത് സമ്മ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറൻസിന് എന്ത് യൂസ് ചെയ്യാം? എനിക്ക് വേണമെങ്കിൽ ഡിഫറൻസ് = എന്താണ് ഇൻഡ് ഓഫ് num1 - ഇൻഡ് ഓഫ് num2 എന്ന് കൊടുക്കുക. ഞാൻ ഡിഫറൻസ് എഴുതാനുള്ള ബുദ്ധിമുട്ട് കാരണം DIFF എന്ന് കൊടുക്കുക. ഓക്കെ, ഷോർട്ട് ഫോം. അപ്പോൾ DIFF = എന്താണ് ഞാൻ ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത്? ഇൻഡ് num1 - ഇൻഡ് num2. ഓക്കെ, num1 എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് നമ്പർ 1 ഒരു വേരിയബിൾ ചുമ്മാ കൊടുത്താൽ അവിടെ എയും ബിയും കൊടുത്താലും മതി, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, - ഇൻഡ് num2. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പൊ അവിടെ ഓപ്പറേഷൻ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അതിനെ പ്രിന്റ് ചെയ്യണം. അപ്പൊ എന്ത് കൊടുത്താൽ മതി? പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റിന്റെ അകത്ത് ഡിഫ് എന്ന് കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ അവിടെ ചെയ്ത സാധനം എന്ത് ചെയ്യും? പ്രിന്റ് ആയിക്കോളും. ഔട്ട്പുട്ട് സ്ക്രീൻ വന്നു. എന്റെ ഫസ്റ്റ് നമ്പർ ഞാൻ എന്ത് കൊടുത്തു? 4. എന്റെ സെക്കൻഡ് നമ്പർ 2 കൊടുത്തു. നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടി? 2. അതായത് 2 എന്ന് വെച്ചാൽ എന്താണ്? 4 - 2 = 2. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. അഡീഷൻ പറഞ്ഞു, സബ്ട്രാക്ഷൻ പറഞ്ഞു. നമ്മൾ യൂസറിന്റെ ഇൻപുട്ട് റീഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് മൾട്ടിപ്ലിക്കേഷനോടെ ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാമെന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ടേ വീഡിയോ കാണാവൂ. വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ആക്കി വെച്ചിട്ട് ഒന്ന് ചിന്തിക്കുക, ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, എന്നിട്ട് വീഡിയോ കാണുക. ഓക്കെ, അതായത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? ആദ്യം കോഡ് അതൊക്കെ തന്നെ. പിന്നെ മൾട്ടിപ്ലിക്കേഷന്റെ MUL ഞാൻ എടുത്തേ ഉള്ളേ. സമ്മിന് SCM, ഡിഫറൻസിന് DIFF അല്ലേ നമ്മൾ യൂസ് ചെയ്തത്. അതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ MUL ആയാലും മതി, നിങ്ങളുടെ ഇഷ്ടം. എന്താണ്? ഇൻഡ് ഓഫ് num1 ഇൻഡ് ഓഫ് num2 എന്ന് കൊടുത്താൽ പോരെ. ഇൻഡ് ഓഫ് എന്ന് വായിക്കുന്നത് കാരണം ഇൻഡ് ഡാറ്റ ടൈപ്പ്, അതിന്റെ അകത്ത് ഫംഗ്ഷൻ ബ്രാക്കറ്റിന്റെ അകത്ത് num1 എഴുതിയേക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ വായിക്കുവാണ് ഇൻഡ് ഓഫ് num1 എന്ന് വായിക്കുന്നത്. ഓക്കെ, അവിടെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ സ്റ്റാർ കൊടുത്തു. അപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് നമ്പർ 3 കൊടുത്തു, എന്റെ സെക്കൻഡ് നമ്പർ എന്ത് കൊടുത്തു? 2 കൊടുത്തു. നമുക്ക് റിസൾട്ട് എന്ത് കിട്ടി? 6. അതായത് 3 × 2 = 6. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പം ഇന്നത്തെ പൈത്തൺ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒരു മെസ്സേജ് എങ്ങനെ പ്രിന്റ് ചെയ്യാം, പിന്നെ എങ്ങനെ ആഡ് ചെയ്യാം. ഓക്കെ, യൂസർ ഇൻപുട്ട് അല്ലാതെ നമുക്ക് ഓപ്പറാൻഡ് കൊടുത്ത് ആഡ് ചെയ്യാം. അതായത് പ്രിന്റ് 2 + 3. പിന്നെ യൂസറിൽ നിന്ന് എങ്ങനെ ഇൻപുട്ട് റീഡ് ചെയ്തിട്ട് ആഡ് ചെയ്യാം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം അത്യാവശ്യം പ്ലേസ്മെന്റിന് ഈ പൈത്തൺ പിന്നെ C ഒക്കെ പഠിച്ചിട്ട് നമുക്ക് അത്യാവശ്യം നല്ല പ്ലേസ്മെന്റ് ഒക്കെ കിട്ടും. TCS, ഇൻഫോസിസ് അങ്ങനെയൊക്കെ. അപ്പം TCSന്റെ ക്വസ്റ്റ്യൻ പ്ലേസ്മെന്റ് ചോദിച്ചേക്കുന്നത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. C പ്രോഗ്രാമിംഗ് ചെയ്തിട്ടുള്ള വീഡിയോ ഉണ്ട്. പിന്നെ സിയുടെ ബേസിക് തൊട്ട് പഠിക്കേണ്ട എല്ലാ വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട്. സിയുടെ എല്ലാം ഇതുപോലെ ബേസിക് തൊട്ട് ലൂപ്പ്, സ്വിച്ച് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ C++ഉം ചെയ്തിട്ടുണ്ട്. പിന്നെ പോളിടെക്നിക് ലെക്ചറിലേക്ക് വേണ്ടിയുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, MTech CS കാണുന്നുണ്ടെങ്കിൽ കയറി കാണണം. MTech ബാക്കി എല്ലാ ബ്രാഞ്ചുകാർക്കും കോമൺ ആയിട്ടുള്ള മാത്സും പോളിടെക്നിക് ലെക്ചറിന്റെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു പ്ലേസ്മെന്റ് ഓറിയന്റഡും PSC ഓറിയന്റഡ് ചാനലുമാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.